ഗഡിയോളെ എന്താണ് വിശേഷങ്ങൾ? നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി കണ്ടിട്ട് തോന്നണു അല്ലേ? വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ രണ്ടാമത്തെ ക്യാമ്പിലേക്ക് ഷിഫ്റ്റ് ആയ കാരണം കൊണ്ടേ അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു തിരക്കിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒഴിഞ്ഞ് ഫ്രീ ആയ സമയത്താണ് ഇത് നമ്മളിപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ഇടണത് കേട്ടോ. അങ്ങനെ റൂമിൽ ബോറടിച്ചിരിക്കുമ്പോഴാണ് ഒരുത്തൻ പറയണത് നമുക്ക് പുറത്തേക്കൊന്ന് പോയാലോ എന്ന്. കേട്ടപ്പോൾ ആദ്യം തന്നെ എന്നാൽ പോവാന്ന് പറഞ്ഞിട്ട് ചാടി ഇറങ്ങി. നമ്മുടെ താഴത്തെ റൂമിൽ മഹേഷ് ഉണ്ട് കേട്ടോ, നമ്മൾ മുകളിലത്തെ റൂമിലിറങ്ങി. അങ്ങനെ അവനും കുത്തിപ്പോക്കി നേരെ പുറത്തേക്ക് ഇറങ്ങി. അതായത് കുറച്ചപ്പുറത്ത് വേറൊരു ക്യാമ്പിൽ നമ്മുടെ റൂമിൽ ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ചെറിയൊരു സാധനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇറങ്ങിയത്. കൂട്ടത്തിലൊന്ന് കറങ്ങിയിട്ടും വരാലോ എന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. അങ്ങനെ നടന്നിട്ട് നമ്മൾ നേരെ ഗേറ്റിൻ്റെ അവിടെ എത്തി. ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ ചെറിയൊരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഗേറ്റ് പാസ് തന്നിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കാർഡ് അത് സാധനം സ്കാൻ ചെയ്തിട്ടൊക്കെ വേണം കയറാൻ. ഇതാണ് നമ്മുടെ കാർഡ് കേട്ടോ. അങ്ങനെ ഇത് വെച്ച് സ്കാൻ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങണം. ഒറ്റവട്ടം സ്കാൻ ചെയ്യാനേ പറ്റുള്ള ഒരു ടൈമിൽ. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് കാണുന്ന മരുഭൂമി. ഇതിൻ്റെ ഉള്ളിലുണ്ടോ നമ്മൾ ക്യാമ്പ് ഉണ്ടാക്കി വെച്ചേക്കണേ. വന്നിറങ്ങിയ സമയത്ത് ഇതൊന്നും കണ്ടില്ല എന്നല്ല, ശ്രദ്ധിച്ചില്ല എന്ന് വേണം പറയാം. ഈ പോസ്റ്റുകൾ കണ്ട ഇത് കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്ന് മാർക്ക് പ്രാന്ത് വല്ലതും ഉണ്ടോന്ന് കേട്ടോ. കാരണം ആ ജാതി ചൂടവിടെ അടിക്കണേ. ഉച്ചയ്ക്ക് ഒരു 50 ഡിഗ്രിക്ക് മുകളിൽ ചൂട് വരുന്നുണ്ട്. പിന്നെ വിചാരിച്ചപ്പോൾ നട്ടുച്ചയ്ക്ക് ആരും കളിക്കൊന്നുമില്ലല്ലേ, അവർ ചിലപ്പോൾ പറഞ്ഞ പോലെ വെയിലാറിട്ട് കളിക്കാനായിരിക്കും എന്ന് വിചാരിച്ചു. എന്തായാലും ആവട്ടെ. ഞങ്ങൾ അവിടുന്ന് വീണ്ടും നടന്നിട്ട് കുറച്ച് ഇപ്പുറത്തേക്ക് വന്നു. കുറച്ച് ദൂരത്ത് ഇങ്ങോട്ട് കടന്ന് വളഞ്ഞു തിരിഞ്ഞൊക്കെ പോകണം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കൂടെ പോകണം കേട്ടോ ക്യാമ്പിൻ്റെ. ഈ കാണുന്നത് നമ്മുടെ ക്യാമ്പ്. പിന്നെ ഈ കാണുന്നത് മൊത്തം ക്യാമ്പുകൾ തന്നെയാണ് കേട്ടോ. നമ്മുടെ ക്യാമ്പല്ലാന്ന് മാത്രം, ഈ ഒരു ഏരിയ മൊത്തം ക്യാമ്പുകളാണ്. അതായത് ഈ പറഞ്ഞ സ്റ്റാഫുകളുടെ ആയാലും ലേബേഴ്സിൻ്റെ ആയാലും ഒക്കെ അക്കോമഡേഷൻ വരുന്നത് ഈ സ്ഥലത്താണ്. ഒരു കമ്പനിയുടെ അല്ല, പല പല കമ്പനിയുടെയാണ്. അങ്ങനെ കുറേ ദൂരം നടന്നതിന് ശേഷം ആളും ബഹളമുള്ള സ്ഥലത്തേക്ക് എത്തി. വേറെ ഒന്നല്ല, മാളിൻ്റെ മുമ്പിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി ദൂരം പോകണം നമ്മുടെ സലാം സിറ്റി എന്ന് പറഞ്ഞ ക്യാമ്പിലേക്ക്. അതായത് ഈ മാളിൻ്റെ നേരെ മുമ്പിൽ ഇതേ കാണുന്ന സലാം സിറ്റി ഇട്ടാണ്. അവിടെ നമ്മുടെ ചെക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെയും എൻ്റെ അടുത്ത് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നേരെ മാളിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി. ഇവിടുത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സീബ്ര ക്രോസ് കൂടെ തന്നെ പോകണം കേട്ടോ, ഇല്ലെങ്കിൽ മുട്ട ഫൈൻ കിട്ടും. വണ്ടികൾ വരുന്ന വെച്ച് പേടിക്കുന്നുണ്ട്. അവർ എത്ര നേരം വേണമെങ്കിലും അവിടെ വെയിറ്റ് ചെയ്തിട്ട് തന്നോളും, ഒരു കുഴപ്പമില്ല. കേരളത്തിലത്തെ പോലെയേ അല്ല. അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് നേരെ മാളിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്ന് വെച്ചാൽ ആകെ കൂടി ആളും ബാളും വരുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ മാള് തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. നിങ്ങൾ നേരത്തെ കണ്ടാണല്ലോ മരുഭൂമി. ആ റോഡ് മുറിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയപ്പോൾ എൻ്റെ പൊന്നോ എന്തൊരു ആശ്വാസം എന്നറിയോ. കാരണം ആ ജാതി ചൂടത്തുനിന്ന് ഈ AC-യുടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരു കിളി പോയൊരാശ്വാസം. നമ്മൾ മാളിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഒരു ബോട്ടിൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് വെള്ളം കുടിക്കുന്ന ഒരു ബോട്ടിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യം എത്രത്തോളം ഉണ്ടെന്ന് അവിടുത്തെ ചൂട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അങ്ങനെ നേരെ മാളിൽ പോയി ബോട്ടിലിൻ്റെ സെക്ഷനിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇരിക്കുന്നതാണ് ബോട്ടിലുകൾ. ഇതൊക്കെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് ഉപയോഗം വരുന്നില്ല എന്നല്ല, ഇതല്ല നമ്മൾ നോക്കണത്. പോരാത്തന്നെ മുട്ടിഞ്ഞ വില ഏകദേശം 10-12 രൂപയ്ക്കാണ് ഇത് കാണിക്കണത്. പക്ഷെ നമ്മൾ നോക്കണത് ഇതല്ല, ചെറിയൊരു ഫ്ലാസ്ക് പോലത്തെ ഐറ്റം നമ്മൾ നോക്കണേ. അങ്ങനെ നോക്കി വന്നപ്പോൾ മഹേഷ് ഒരു സാധനം എടുത്ത് കാണിച്ചു തന്നു. അപ്പം ലോക്കലാണ് 5 രൂപയുള്ളൂ. പക്ഷെ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ആക്ച്വലി നമ്മൾ വേറെ നോക്കാം. അങ്ങനെ ഒരുപാട് തിരച്ചിലിനൊടുവിൽ നമുക്ക് വേണ്ട സാധനം കിട്ടിയിട്ടാണ്. പുറത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് ആണെങ്കിലും അകത്ത് അത്യാവശ്യം നല്ലൊരു സ്പേസുള്ളൊരു സാധനം തന്നെയാണ് നമുക്ക് കിട്ടിയേക്കണത്. വില നോക്കിയപ്പോൾ 12 രൂപ കാണിച്ച്. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയും കാണുന്നുണ്ട്. കാരണമൊക്കെ ഉള്ള കാരണമുണ്ട്. പിന്നെ വേറെ ഒന്നും നോക്കിയില്ലേ, അതങ്ങനെ എടുത്തു. അവിടെ നിന്ന് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കിടന്നിട്ട് അവനൊരുത്തിന് ഡയറി വാങ്ങണമെന്ന് പറഞ്ഞു. ആ ഡയറി നോക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരെണ്ണം നോക്കിയപ്പോൾ അതിൻ്റെ മുകളിൽ കാൽക്കുലേറ്ററൊക്കെ കണ്ടപ്പോൾ ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു. അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. സംഭവം എന്ന് വെച്ചാൽ ഇത് സ്കൂൾ പിള്ളേരുടെ ഏരിയയാണ്. അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞ വഴിക്ക് ഇതേ ഒരു സ്കെയിൽ കണ്ടിട്ടോ. സ്കെയിലിൻ്റെ മുകളിൽ കാൽക്കുലേറ്ററൊക്കെ നമ്മൾ ഈ സാധനം ആദ്യമായിട്ടൊക്കെ കാണുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അങ്ങനെ അത് നോക്കിയിട്ട് നേരെ അടുത്ത സെക്ഷനിലേക്ക് പോയി. അപ്പോഴാണ് ഈ സാധനം കണ്ട. വേറെ ഒന്നുമല്ല, നമ്മുടെ വെയിറ്റ് മെഷർ ചെയ്യുന്ന സാധനമാണ്. ഇതില്ലാത്തതിൻ്റെ പേരിൽ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടിണ്ടായിരുന്നു അവിടുന്ന് വരുന്ന സമയത്ത്. നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്ന കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ആവശ്യം നമുക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ഇത് നോക്കിയപ്പോൾ 5.5 രൂപ കാണിക്കണേ. അതായത് 100 കിലോ വെയിറ്റ് വരെ നമുക്ക് തൂക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ അതിൻ്റെ അപ്ഡേറ്റ് വെർഷനായിട്ട് ഡിജിറ്റലും ഉണ്ട്. ഇത് രണ്ടും നോക്കി വെച്ചു. പോകുമ്പോൾ എന്തായാലും ഒരെണ്ണം വാങ്ങണമെന്ന് വിചാരിച്ചു. സംഭവം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് പെട്ടി തൂക്കിയത് റേഷൻ കടയിൽ പോയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് ഇത് എന്തായാലും പോകുമ്പോൾ വാങ്ങണം തീരുമാനിച്ചിട്ട് അവിടുന്ന് അടുത്തേക്ക് പോയി. ഇതെന്തൊട്ട് സംഭവം ഒന്നും മനസ്സിലായത് നിങ്ങൾക്ക്? സംഭവം വേറെ ഒന്നുമല്ല, ലോട്ടറിയാണ്.
അതായത് നമ്മൾ നമ്പർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് തന്നെ എടുക്കാൻ പറ്റും. അതെ, ഇതേപോലെ ഞാനപ്പോൾ അതേപോലെ ഒരു 6 നമ്പർ സെലക്ട് ചെയ്തു. അങ്ങനെ എടുത്തിട്ട് ഒരു 5 രൂപ ഉള്ളൂ കേട്ടോ ലോട്ടറിക്ക്. അങ്ങനെ എടുത്തിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഏകദേശം അതൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രി 7 മണി 8 മണിയായി. അപ്പോഴത്തെ നമ്മുടെ ഫോൺ ഓഫായിട്ട്, അതുകൊണ്ടാണ് ലോട്ടറിയുടെ കൂടുതൽ ഡീറ്റെയിൽ എടുക്കാൻ പറ്റാഞ്ഞത്. പിന്നെ അവിടുന്ന് ഈ പറഞ്ഞ പോലെ 1.5 കിലോമീറ്റർ നടന്ന് നമ്മുടെ റൂമിലെത്തി. നേരെ കുളിച്ചു, ഫുഡ് കഴിക്കാൻ പോയി. അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ആ ഒരു പരിപാടിയിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ശരി.